ഹലോ ഗൈസ്, ട്രിക്ക് ആൻഡ് ബ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. എക്സ് ഒരു ജോലി 7 ദിവസം കൊണ്ട് ചെയ്തു, വൈ അതേ ജോലി 21 ദിവസം കൊണ്ട് ചെയ്തു. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. കുറച്ച് ദിവസത്തിന് ശേഷം എക്സ് പിന്മാറി. തുടർന്ന് വൈ ജോലി 12 ദിവസം കൊണ്ട് തീർത്തു. എങ്കിൽ എക്സ് തനിച്ച് എത്ര ദിവസം ജോലി ചെയ്തു? ഓക്കെ, നമുക്ക് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ ഇവർ രണ്ടുപേരുടെയും ഇതുണ്ടോ, 7ന്റെ 21ന്റെ LCM എടുക്കുക. 7ന്റെ 21ന്റെ LCM എത്രയാണ്? 21 തന്നെ. അതായത് ഇപ്പം ഇങ്ങനെ ചെയ്യുക. 21 ഇതാണ് ടോട്ടൽ ജോലി. ഓക്കെ, അങ്ങനെ കാണാവൂ. 7 21 ആവാൻ എത്ര വട്ടം വേണം? 3 വട്ടം. 21 ആണെങ്കിലോ 1 വട്ടം. ഓക്കെ, അപ്പം 7 എന്ന് പറയുന്നത് എക്സിൻ്റെ കഴിവല്ലേ. എക്സിൻ്റെ കഴിവെന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 21 വൈയുടെ കഴിവെന്ന് പറയുന്നത് 1. അതായത് ഇതാണ് അവരുടെ കഴിവ് അഥവാ എഫിഷ്യൻസി എന്നൊക്കെ പറയും. നമ്മൾ PSCയിൽ പൊതുവെ പഠിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ചോദ്യത്തിൽ ശ്രദ്ധിക്കോ. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. ഓക്കെ, കുറച്ച് ദിവസത്തിന് ശേഷം എക്സ് പിന്മാറി. ഓക്കെ, തുടർന്ന് വൈ ജോലി 12 ദിവസം കൊണ്ട് തീർത്തു. 12 ദിവസം കൊണ്ട്. ഓക്കെ, ഇത് നമ്മൾ മറക്കരുത്. 12 ദിവസം കൊണ്ടാണ് വൈ ജോലി തീർത്തത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം എന്ത് എങ്കിൽ വൈ തനിച്ച് എത്ര ദിവസം ജോലി ചെയ്തു. വൈയുടെ കഴിവെന്ന് പറയുന്ന 1. അതായത് ഒരു ദിവസം അയാള് ഒരു ജോലി ചെയ്യത്തുള്ളൂ, അതിനുള്ള കഴിവ് അയാൾക്കുള്ളൂ. അപ്പൊ 12 ദിവസം കൊണ്ട് ജോലി തീർക്കണമെങ്കിൽ എത്ര ജോലി ഞാൻ ചെയ്ത് കാണും? 12 ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്ത് കാണും? 12 ജോലി ചെയ്ത് കാണും. ശരിയല്ലേ? കാരണം ഒരു ദിവസം അയാൾ 1 വെച്ച് ചെയ്യുമ്പോൾ 12 ദിവസം ആകുമ്പോൾ 12. ഓക്കെ, ടോട്ടൽ ജോലി എത്രയാണെന്ന് ഞാൻ പറഞ്ഞേ? 21. അപ്പൊ 21ൽ നിന്ന് 12 കുറയ്ക്കുമ്പം അയാൾ ചെയ്ത ജോലിയാ. ബാക്കി എപ്പോൾ എക്സ് ആയിരിക്കും ചെയ്തത്? 21ൽ നിന്ന് 12 പോയപ്പോൾ എത്ര? 9. അപ്പൊ ബാക്കി 9 ജോലി എക്സ് ആയിരിക്കും ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എക്സിന്റെ കഴിവ് 3 ആണ്. ഓക്കെ, അപ്പം ഒരു ദിവസം ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി 3 ജോലി ചെയ്യും. അപ്പം 9 ജോലി തീർക്കണമെങ്കിൽ അയാൾ എത്ര ദിവസം ചെയ്യണം? ഒരു ദിവസം 3 വെച്ചാകുമ്പോൾ 2 ദിവസം 6, ഇപ്പൊ 3 ദിവസം അല്ലെ 9. അപ്പൊ 3 ദിവസം കൊണ്ട് അയാൾ 9 ജോലി തീർത്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആ 3 ദിവസം കൊണ്ട് ജോലി ചെയ്തിട്ടാണ് അയാൾ പോയത്. അതായത് 12 ദിവസം കൊണ്ട് ജോലി തീർന്നു. അതിൽ 12ൽ 3 ദിവസം അയാൾ ജോലി ചെയ്ത ആര്? എക്സ്. അപ്പൊ 3 അയാൾ ചെയ്തത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ചെയ്തത് മൊത്തം ആരാ? വൈ മാത്രം. അപ്പൊ അയാളുടെ ജോലി 3 ദിവസം കൊണ്ട് അയാൾ ചെയ്തിട്ട് അയാൾ അങ്ങ് നിർത്തിച്ച് പോയി. ബാക്കി എത്ര ഉണ്ട്? 9. അപ്പം ഈ 9 ദിവസം 12 ദിവസം കൂടെ ഇവർ ഒരുമിച്ച് ജോലി ഉണ്ടായിരുന്നു. അതിൽ 3 ദിവസം ഇയാളുടെ ജോലി ചെയ്യേണ്ട ജോലി ചെയ്തേച്ച് അയാൾ പോയി. ബാക്കി 9 ദിവസം 12 - 3, ബാക്കി 9 ദിവസം ആര്? വൈ തനിച്ച് ജോലി ചെയ്തു. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എങ്കിൽ വൈ തനിച്ച് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്തു എന്ന് ചോദിച്ചാൽ 9 ദിവസം കൊണ്ടാണ് ജോലി ചെയ്തത്. മനസ്സിലായോ? ജസ്റ്റ് മനസ്സിലാവും. ഒന്നുകൂടെ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ എടുത്ത് ഒന്നുകൂടെ നോക്കുക. ഓക്കെ.